ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും നമ്മുടെ ഉള്ളിലും നമ്മുടെ കൂടെയുമുണ്ട്. സ്വർഗം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. വചനം പറയുന്നു, ഈ എളിയവൻ്റെ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം എപ്പോഴും കാണുന്നു. അതായത് മിനിമം 2 ദൂതന്മാർ നമുക്കുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ഈ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാറില്ല. ഞാൻ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു. കാരണം വചനം പറയുന്നത് സത്യമാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. യേശു പറഞ്ഞ വാക്കുകൾ സത്യമാണ്. പിന്നെ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പലപ്പോഴും നാം ആ സാന്നിധ്യത്തെ അനുഭവിക്കുന്നത് പരാജയപ്പെടുന്നുണ്ട്. എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനുള്ള പ്രിവിലേജ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാണ് ക്രൂശിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം. യോശുവ കൂടാരം വിട്ടുമാറാതെ ഇരുന്നു എന്ന് വചനം പറഞ്ഞു. കാരണം മോശയുടെ കൂടാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ ദൈവം വന്ന് മുഖാമുഖമായി മോശയോട് സംസാരിക്കുകയാണ്. ദൈവ സാന്നിധ്യം അവിടെയുണ്ട്. ഒത്തിരി കൂടാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും മോശയുടെ കൂടാരത്തെ മാത്രം അത് തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കാരണം സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുവനെ ദൈവം അടുത്ത ലീഡറായി എഴുന്നേൽപ്പിക്കുകയാണ്. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുക. അത് എപ്പോഴും അനുഭവിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, സഭയിൽ കൂടുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, നാം പ്രസംഗിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ എപ്പോഴും കൊതിക്കുക. ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ചെക്ക് ചെയ്യുക, നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുക. എവിടെയാണ് എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകൾ കുടുങ്ങിക്കിടക്കുന്നത്? എങ്ങോട്ടാണ് എൻ്റെ ശ്രദ്ധ കിടക്കുന്നത്? വചനം പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ആ യേശുവിലേക്ക് നാം നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഒന്ന് മാറ്റി യേശുവിലേക്ക് നോക്കിയാൽ ആ വചനം നമുക്ക് ജീവനായി, ആ വചനം നമുക്ക് സത്യമായി, ആ വചനം നമുക്ക് അനുഭവമായി മാറും. സാന്നിധ്യം എപ്പോഴും അനുഭവിക്കട്ടെ. സാന്നിധ്യം അനുഭവിക്കുന്നത് വരെ നാം അവൻ്റെ സന്നിധിയിൽ നിന്ന് വിട്ടുമാറരുത്. നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. നാം വചനം വായിക്കുമ്പോൾ ആ സാന്നിധ്യം അനുഭവിക്കുന്നത് വരെ വചനം വായിക്കുക. സാന്നിധ്യത്തെ ചുറ്റിപ്പറ്റി നിൽക്കുക, കുതിക്കുക. ആ സാന്നിധ്യം നമ്മെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും.